ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജനുവരി 1 അപ്പോൾ ഇന്ന് മുതൽ പുതിയ ഒരു വർഷത്തിലേക്ക് കടക്കുകയാണ്. പുതിയ മാസമായതുകൊണ്ട് തന്നെ, പുതിയ വർഷമായതുകൊണ്ട് തന്നെ പുതിയ റേഷൻ, അങ്ങനെ എല്ലാം പുതിയതാണല്ലോ. ആ ഒരു രീതിയിൽ പുതിയ റേഷൻ നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. ഈ മാസം ലഭിക്കുന്ന റേഷനുകൾ എന്തെല്ലാം എന്ന് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ 4 മാസം ലഭിച്ചതുപോലെ തന്നെ തുടർന്നുള്ള 4 മാസവും ഭക്ഷ്യ കിറ്റുകൾ ലഭിക്കും. മറ്റുള്ളത് എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും എല്ലാ വിഹിതങ്ങളും ലഭിക്കുന്നതാണ്. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരമുള്ള അരി വിതരണം തുടരണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള യാതൊരു വിവരവുമില്ല. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഒരു ആലോചന ഉണ്ടായിരുന്നു, APL വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കൂടി കുറച്ച് അരി എത്തിക്കുക എന്നുള്ളത്. അപ്പം അത് ഉണ്ടാകുമോ എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ അറിയാൻ കഴിയും. നിലവിൽ ഉള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് കൊണ്ടിരിക്കുന്നത് 1 മുതൽ 4 വരെ അരിയാണ്. 10 രൂപ 90 പൈസ നിരക്കിലാണ് അത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ലഭ്യതക്കനുസരിച്ചാണ് അങ്ങനെ അരി ലഭിക്കുക. കഴിഞ്ഞ 2 മാസങ്ങളിൽ 3 കിലോ അരി, മുമ്പുള്ള 2 മാസങ്ങളിൽ 2 കിലോ അരിയാണ് വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ വെള്ള റേഷൻ കാർഡുകാർക്ക് ലഭിക്കുന്ന പിന്നീടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ആട്ടയാണ്. അതും ലഭ്യതക്കനുസരിച്ച് 1 മുതൽ 3 വരെ ആട്ട 17 രൂപ നിരക്കിൽ ലഭിക്കും. ഇതുപോലെ തന്നെയാണ് നീല കാർഡുകാർക്ക്. അവർക്ക് അരിയുടെ കാര്യത്തിൽ ഒരു ആശ്വാസമുണ്ട്. ഒരു വ്യക്തിക്ക് 2 കിലോ അരി 4 രൂപ നിരക്കിൽ ലഭിക്കും. ആട്ട അവർക്ക് ലഭിക്കുന്നത് വെള്ള റേഷൻ കാർഡുള്ള ആളുകളുടെ ഇതുപോലെ തന്നെയാണ്. 1 മുതൽ 3 വരെ ആട്ട 17 രൂപ നിരക്കിൽ ലഭിക്കും. ഈ ആട്ട BPL റേഷൻ കാർഡുള്ള ആളുകൾക്ക് ലഭിക്കുകയില്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഇത്രയാണ് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് ലഭിക്കുന്നത്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു അരി കൂട്ടി നൽകുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിന് ഒരു ആലോചനയുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. തീരുമാനങ്ങളൊക്കെ വരേണ്ടതുണ്ട്. മറ്റൊന്ന്, എല്ലാ റേഷൻ കാർഡുകാർക്കും ലഭിക്കുന്നത് പോലെ ഭക്ഷ്യ കിറ്റുകൾ വെള്ള നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് ലഭിക്കും. ഒരു സങ്കടം എന്തെന്ന് ചോദിച്ചാൽ ഇത് അവസാനമാണ് ലഭിക്കുന്നത്. ആ ഒരു മാസത്തെ കിട്ടുന്നില്ല എന്നത് മാത്രമല്ല, ഇപ്പോ നവംബർ മാസത്തേത് തന്നെ ഡിസംബർ മാസം അവസാനമാണ് വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് ലഭിച്ചത്. അപ്പോൾ ക്രിസ്മസ് കിറ്റ് നേരത്തെ വിതരണം ചെയ്ത് തുടങ്ങിയിട്ട് പോലും ഇപ്പോഴും വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് വിതരണം ചെയ്ത് പൂർത്തിയായിട്ടില്ല. ഇനി മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്കാണ്. മഞ്ഞ റേഷൻ കാർഡ് ആൾക്ക് 30 കിലോ അരിയും 5 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും. CD നിരക്കിൽ 21 രൂപക്ക് പഞ്ചസാര ലഭിക്കും. അതുപോലെ തന്നെ മണ്ണെണ്ണയും മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് ലഭിക്കും. കൂടാതെ ഭക്ഷ്യ കിറ്റും ലഭിക്കും. അവർക്ക് സമൃദ്ധിയായിട്ട് ലഭിക്കും. ഏകദേശം 5 ലക്ഷത്തോളം കാർഡാണ് കേരളത്തിൽ മഞ്ഞ റേഷൻ കാർഡായിട്ടുള്ളത്. പിന്നെ പ്രയോറിറ്റി വിഭാഗത്തിൽപ്പെട്ട പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഒരു വ്യക്തിക്ക് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പുമാണ് ലഭിക്കുന്നത്. കൂടാതെ അവർക്ക് മണ്ണെണ്ണയും ലഭിക്കുന്നതാണ്. ഭക്ഷ്യവകുപ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്കും കൂടി ആട്ട നൽകുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ 2 ജില്ലകളിലെ കാർഡുകാർക്ക് 6 രൂപ നിരക്കിൽ 1 കിലോ ആട്ടയും, പിങ്ക് കളർ കാർഡുകാർക്ക് 8 രൂപ നിരക്കിൽ 1 കിലോ ആട്ടയും അവർക്ക് നൽകുന്നുണ്ട്. അവർക്ക് ലഭിക്കുന്ന ഓരോ കിലോ ഗോതമ്പ് അതിന് പകരമായിട്ട് കുറക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ മാസത്തെ റേഷനും കടന്നു പോവുക. വരുന്ന റേഷനുകളും ഇതുപോലെ തന്നെ ആയിരിക്കും. കൂടുതൽ എന്തെങ്കിലും ലഭിക്കുമോ എന്നുള്ളത് നമുക്ക് വിവരം കിട്ടിയാൽ അറിയാം. അപ്പോൾ നിങ്ങളെ അറിയിക്കുന്നതുമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.